ഏറ്റുമാനൂരിൽ ആക്രി പെറുക്കി നടക്കുന്ന നാടോടി സ്ത്രീകൾ വയോധികയെ കയ്യേറ്റം ചെയ്യാൻ ശ്രമം. ആക്രി പെറുക്കുവാനെന്ന വ്യാജേന വീടിന്റെ കോമ്പൗണ്ടിൽ അതിക്രമിച്ചു കയറിയ നാടോടി സംഘം മോഷണം നടത്തി തിരികെ പോകുന്നത് ചോദ്യം ചെയ്തപ്പോഴാണ് വയോധികയെ ഉപദ്രവിക്കാൻ ശ്രമം നടത്തിയത്. ഏറ്റുമാനൂർ മാടപ്പാടാണ് സംഭവം. കഴിഞ്ഞ ദിവസം ഏറ്റുമാനൂർ മാടപ്പാട് മണ്ണാലി ഭാഗത്ത് തേനാകര വീട്ടിൽ വിജയമയുടെ വീട്ടിലാണ് സംഭവം. ആക്രി പെറുക്കുന്നതിനായി എത്തിയ സ്ത്രീകൾ അടങ്ങുന്ന നാടോടി സംഘം വിജയമയുടെ വീട്ടിൽ അതിക്രമിച്ച് കയറി ഔട്ട് ഹൌസിൽ സൂക്ഷിച്ചിരുന്ന വിലപിടിപ്പുള്ള സാധനങ്ങൾ മോഷണം നടത്തി. സാധനം എടുത്തുകൊണ്ടു പോകുന്നത് ശ്രദ്ധയിൽപ്പെട്ട വിജയമ്മ നാടോടി സ്ത്രീകളെ തടയാൻ ശ്രമിച്ചപ്പോൾ കൈകൊണ്ട് ഉപദ്രവിക്കുവാൻ ശ്രമിക്കുകയായിരുന്നു. സംഭവിച്ചത് ഞാൻ ഈ കഥ അടച്ചിട്ടേച്ച് കുളിക്കാനായിട്ട് കയറി പൈപ്പ് തുറന്നപ്പം ഒരു സാധനം തോർത്തെടുത്തില്ലായിരുന്നു. തോർത്തെടുക്കാനായിട്ട് ഞാൻ വെളിയിലേക്ക് ഇറങ്ങുമ്പം രണ്ട് പെണ്ണുങ്ങൾ രണ്ട് അറ്റത്തും പിടിച്ച് ചിരട്ടയും കൊണ്ട് ഇങ്ങോട്ട് വരുന്നു. ഇതിനെ മുറിക്കകത്താണ് ഇരുന്നത്. മുറിക്കകത്തിരുന്ന് മുറിയുടെ കഥ അടച്ചിട്ടിരുന്നതിനകത്ത് ഇവളുമാർ കയറി അതെല്ലാം എടുത്തിട്ട് ഞാൻ അറിഞ്ഞില്ല. അകത്ത് ഒടുവിലത്തെ ചാക്ക് പിടിച്ചോണ്ട് പോകുമ്പോഴാണ് ഞാൻ അറിയുന്നത്. എന്നിട്ട് ഞാൻ അവരെ പിടിച്ച് ഇങ്ങനെ കൈ കുടഞ്ഞു. അന്നേരത്തേനും അവൾ എന്നെ തല്ലാൻ. രണ്ടാണുങ്ങൾ അന്നേരം രണ്ട് ചാക്കിട്ടും കൊണ്ട് പോണത് ഞാൻ കണ്ടു. പക്ഷെ എൻ്റേതാണോ എന്നാണ് ഞാൻ ശ്രദ്ധിച്ചില്ല. പിന്നീട് ഇവിടെ നിന്നും ഇവർ രക്ഷപ്പെട്ടു കളഞ്ഞു. ന്യൂസ് പേപ്പർ, നോട്ട് ബുക്കുകൾ, പൊട്ടിയ പ്ലാസ്റ്റിക് ബക്കറ്റുകൾ, ചിരട്ട എന്നിവ ശേഖരിക്കുവാനെന്ന വ്യാജേനയാണ് നാടോടി സംഘം ഏറ്റുമാനൂരിലെ വിവിധ സ്ഥലങ്ങളിൽ കറങ്ങി നടക്കുന്നത്. വീട്ടിലെത്തുന്ന ഇവർ ആദ്യം കോളിംഗ് ബെല്ലടിക്കും. വീട്ടിൽ ആളില്ലെന്ന് ഉറപ്പുവരുത്തിയ ശേഷം പുറത്തിരിക്കുന്ന സാധനങ്ങൾ മോഷണം നടത്തുകയാണ് ശൈലി. അഥവാ വീട്ടുകാർ ഇറങ്ങി വന്നാൽ ആവശ്യങ്ങൾ പറയും. പ്രദേശത്തെ പല വീടുകളിലും സ്ത്രീകൾ അടങ്ങുന്ന സംഘം അതിക്രമിച്ച് കയറി വിലപിടിപ്പുള്ള സാധനങ്ങൾ കൈവശപ്പെടുത്തി കടന്നു കളഞ്ഞതായി റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു. ഇപ്പോൾ ഒന്നോ രണ്ടോ വീട്ടുകാർ മാത്രം വിചാരിച്ചാൽ ഇത് പ്രതിരോധിക്കാൻ പറ്റില്ല. ഈ നാട്ടിലുള്ള അല്ലെങ്കിൽ ഈ അസോസിയേഷനുള്ള എല്ലാ അംഗങ്ങളും പൂർണ്ണമായിട്ട് ഇത് ഇൻവോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളത് ഇവരെ കാണുമ്പോൾ ഇത് തടയുകയെന്ന് മാത്രമേ ഉള്ളൂ. ആരും യാതൊരു കാരണവശാലും നമ്മുടെ പറമ്പ് വൃത്തിയായിക്കോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ഇവിടെ കിടക്കുന്ന ആക്രിയെല്ലാം പെറുക്കാൻ പറയാൻ പാടില്ല. എല്ലാവരും ഒരുമിച്ച് നിൽക്കാമെങ്കിൽ മാത്രമേ നമുക്ക് തടയാൻ പറ്റുള്ളൂ. അത് മാത്രമല്ല, ആളില്ലാത്ത വീട്ടിൽ ഇവർ പറക്കുന്ന കണ്ടാൽ തൊട്ടടുത്തുള്ളവർ കാണുന്നുണ്ട്, അവർ ചോദ്യം ചെയ്യാനുള്ള അധികാരം നമുക്കുണ്ട്. അതുകൊണ്ട് യാതൊരു കാരണവശാലും ഇങ്ങനെയുള്ളവരെ ഈ നാട്ടിൽ അടുപ്പിക്കാൻ പാടില്ല എന്നുള്ളതാണ് അസോസിയേഷൻ തീരുമാനം. ഓരോ വീട്ടുകാരും ജാഗ്രത പുലർത്തണമെന്നും അസോസിയേഷൻ അംഗങ്ങൾ മുന്നറിയിപ്പ് നൽകി. ഈ പ്രദേശത്ത് ഈ കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് ഈ ആക്രി പറക്കുന്ന സ്ത്രീകൾ ഒരു രൂക്ഷമായ ഒരു ശല്യം ഈ പ്രദേശത്തുണ്ട്. അവർ ആക്രി ചോദിച്ചുകൊണ്ട് എല്ലാ വീടുകളിലും നേരിട്ട് ഇടിച്ച് കയറി അവർ തന്നെ കൈ കിട്ടുന്നതെല്ലാം പറക്കുന്ന കൂട്ടത്തിൽ തന്നെ വില പിടിച്ച സാധനങ്ങളും കൂടി അവർ രഹസ്യമായിട്ട് അവർ മാറ്റുകയാണ്. അവരുടെ പിന്നിൽ പുറകെ രണ്ട് പുരുഷന്മാരുമുണ്ട്. അവർ വളരെ ഗൂഢമായ ആസൂത്രിതമായിട്ടാണ് എല്ലാ വീടുകളും കയറി ഇറങ്ങുന്നത്. അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു ശ്രദ്ധ വേണമെന്നുള്ള ഒരു നിർദ്ദേശം അസോസിയേഷൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാ വീടുകളിലും അതിനുള്ള ലഘുലേഖകളോ നിർദ്ദേശങ്ങളോ അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ നടത്താനുള്ള തീരുമാനമുണ്ട്. സ്ത്രീകൾ മോഷ്ടിച്ച സാധനങ്ങൾ പുറത്തെത്തിച്ച് പുരുഷന്മാർക്ക് കൈമാറും. ഇവ ഓട്ടോറിക്ഷയിൽ കയറ്റി സ്ഥലം വിടുകയാണ് പതിവ്. മോഷണ ദിവസം പോലീസും സ്ഥലത്തെത്തിയിരുന്നു. i4u ന്യൂസ്, ഏറ്റുമാനൂർ.